ട്രംപിൻ്റെ ഭീഷണി ഇന്ത്യക്ക് മേളിലുമുണ്ട്. എന്നെ സന്തോഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെയും ഞാൻ പണിയും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ ഒരു ദിവസം മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എനിക്കൊട്ടും സന്തോഷമില്ല. വെനിസ്വേലയിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കണം, നരേന്ദ്രമോദിയും ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടു പോകണം എന്നൊക്കെ ചില രാജ്യവിരുദ്ധരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് മൊത്തത്തിൽ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? അതായത് വെനിസ്വേലൻ ഭരണാധികാരി ഒരു വൃത്തികെട്ടവനാണ്, അയാൾക്ക് ലഭിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളത്തെ നമ്മൾ നോക്കിക്കാണുന്നത്? എല്ലാവരും ഈ രാഷ്ട്രീയത്തിൻ്റെ കണ്ണ് വെച്ചുകൊണ്ടാണല്ലോ ഈ വിഷയം കാണുന്നത്. വെനിസ്വേല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസത്തെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഘപരിവാർ സംഘങ്ങൾ. കഴിഞ്ഞ ആഗസ്റ്റിലാണ്, എന്നുവെച്ചാൽ 2025 ആഗസ്റ്റിൽ കേരളത്തിൽ വന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു വിചിത്രമായ പ്രത്യയശാസ്ത്രമാണ്, കാലഹരണപ്പെട്ടത്. ആ വിചിത്രമായ കാലഹരണപ്പെട്ട കമ്മ്യൂണിസത്തിൻ്റെ പിൻഗാമികളായിട്ട് കേരളത്തിൽ ഭരണാധികാരി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളം നശിച്ചു പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം വികസന മുരടിപ്പിലും അതേപോലെ തന്നെ വലിയ തകർച്ചയിലുമാണ് എന്ന് അമിത്ഷാ പറഞ്ഞു. കമ്മ്യൂണിസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു അഭിപ്രായം പറയാം. പക്ഷേ കേരളത്തെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കഥയിരിക്കുന്നത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളം വളരെ മികച്ച പൊസിഷനിലാണ്. ഈ CPM പറയുന്ന നമ്പർ 1 പ്രശ്നമല്ല അത്. കേരളത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസം, കേരളത്തിലെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സ്വാശ്രയബോധം, സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉത്തർപ്രദേശിൽ എവിടെ കിട്ടുന്നുണ്ട്? മധ്യപ്രദേശിൽ എവിടെ കാണാനായിട്ട്, മഹാരാഷ്ട്രയിൽ കാണാനായിട്ട്, മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും. രാജസ്ഥാൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന പ്രദേശം. ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ലല്ലോ ഭരിക്കുന്നു. ഒന്നല്ലേ കോൺഗ്രസ് ഭരിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് BJP ഭരിക്കുന്നു. എന്തേ അവർക്ക് ഇതുപോലെയുള്ള ഒരു വളർച്ചയിലേക്കും വികാസത്തിലേക്കും എത്താനായിട്ട് കഴിയാത്തതെന്ന് അവർ പോയി അവരുടെ നാട്ടിൽ പോയിരുന്ന് പരിശോധിക്കുന്നതായിരിക്കുന്നല്ലേ. കേരളത്തിൽ വന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത പറയാം, കാരണം നമ്മൾ തന്നെ ചീത്ത പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ധാർഷ്ട്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങൾ എന്ന് പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് മെച്ചപ്പെട്ടത് തന്നെയാണ്. കൂലി ഇവിടെ കൂടുതലാണ്. എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ എന്താണ് കേരളത്തിൽ വരാൻ കാരണം? ഇവൻ ഭരിക്കുന്ന ഈ മധ്യപ്രദേശിൽ നിന്ന് ആളുകൾ, ബീഹാറിൽ നിന്ന് ആളുകൾ, ആസാമിൽ നിന്ന് ആളുകൾ ഒക്കെ ഈ കേരളത്തിൽ വന്ന് പണിയെടുക്കണം. എന്താ, കേരളം അവനൊക്കെ ഗൾഫ് പോലെയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇവിടെ പണിയെടുക്കുന്നതായിട്ടുള്ള തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി കിട്ടുന്നത് ഒക്കെ ഈ കേരളത്തിൻ്റെ ഒരു പ്രോസ്പെറസ് പൊസിഷൻ്റെ ഫലമായിട്ടാണ്. എന്നുവെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ വളരെ മികച്ചതാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ താരതമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ടത് വെനിസ്വേലയിലേക്കാണ്. ഇപ്പോൾ വെനിസ്വേലയിലെ ഭരണാധികാരി അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് ഇവിടുത്തെ സംഖ്യകൾ എന്ത് ചെയ്യുന്നു? ട്രംപ് ചെയ്ത ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. ആ പ്രവൃത്തി ലോകത്ത് ആർക്കും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ മറ്റൊരു രാഷ്ട്രം തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് തെമ്മാടിത്തരവും പോക്കൃത്തരവും മാത്രം. അതിൽ സംഖ്യ അങ്ങനെ ഇരുന്ന് ന്യായീകരിക്കണം എന്തിനാ? അല്ല, ഇവിടെ വിഷയം എന്താ പറയാം, പക്ഷേ ഈ ന്യായീകരിക്കുന്നതിന് പിന്നിലുള്ളൊരു ഉദ്ദേശമുണ്ട്. അതെന്ന് പറയുന്നത് ജനഹിതം മാനിക്കാത്ത ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. അവിടുത്തെ GDP റേറ്റ് ഈ നിക്കോളാസ് മഡൂറോ വന്നതിന് ശേഷം എത്രയോ താഴോട്ട് പോയി. പോവേർട്ടി 80% പോവേർട്ടിയിൽ ജീവിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യം. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ വന്ന ഒരു രക്ഷകനാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഭരണാധികാരികളുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു കോമ്പറ്റീവ്നെസ് ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യം കൈയടക്കും. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് പലരും കാണണം എന്നൊക്കെയാണ് പല നെറേറ്റീവുകളും. അല്ല, അത്തരം നെറേറ്റീവുകളൊക്കെ പറയാം. അത് ശരിയാണോ? അത് ശരിയല്ല എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദി
ഇന്ത്യയിൽ ഹിന്ദുത്വ വർഗീയത വർദ്ധിപ്പിക്കുന്ന ഒരാളാണ്. പല സമയത്തും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. അപ്പോൾ നരേന്ദ്രമോദി പറയുകയാണ്, ഞാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എനിക്ക് ലാഭത്തിന് കിട്ടുകൊണ്ടാണ്, ഞാനത് അവിടെ നിന്ന് വാങ്ങിക്കും എന്ന് പറയണമെന്ന് വിചാരിക്കും. അത് നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യമാണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അയാളെ ഇതുപോലെ റാഞ്ചിക്കൊണ്ടുവരും. അയാളെ റാഞ്ചാൻ പറ്റും. സംഖ്യകളൊക്കെ പറയുന്നത് അങ്ങനെ റാഞ്ചാൻ പറ്റില്ല, ആർക്കും റാഞ്ചാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അന്യായമായൊരു ആക്രമണമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ആയുധ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അങ്ങനെ പലതും ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും. പക്ഷെ തട്ടിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയും. കാരണം അവർ പല ഇടങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നടത്താനായിട്ട് പറ്റും. നമുക്കിനി കുറേ കൂടി ശേഷിയുണ്ട്, തട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഈ ട്രംപ് ചെയ്ത കാര്യത്തിന് ന്യായീകരിക്കാൻ പറ്റും. ട്രംപ് ചെയ്ത് ശുദ്ധ അസംബന്ധവും അതേപോലെ തന്നെ പോക്രിത്തരവുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിനെ ന്യായീകരിക്കുന്ന ആളുകളും പോക്രികളായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. കാരണം പോക്രിത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്ത് ഉള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന നമ്മൾ, പക്ഷേ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു, ശക്തമായിട്ട് എതിർക്കുന്നു പല കാര്യങ്ങളും. ആ നട്ടെല്ലും സ്വാതന്ത്ര്യബോധവും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ആൾ. നമുക്ക് ഏത് പ്രത്യയശാസ്ത്രവും സൂക്ഷിക്കാം, ആ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഭരണം നടത്തുന്നുണ്ടെങ്കിൽ അത് വൃത്തികെട്ടതും അതേപോലെ തന്നെ ഏകാധിപത്യപരവും ഒക്കെ അയക്കുമ്പോൾ നമ്മളതിനെ എതിർക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രസക്തമായത്. ഇപ്പോൾ ലിബറൽ പൊളിറ്റിക്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഈ ട്രംപിൻ്റെ പ്രവർത്തനത്തെ ന്യായീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ ശുദ്ധ തോന്നിയാസിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവനൊരു പൊളിറ്റിക്സും പ്രത്യേകിച്ച് അതിനകത്തില്ല. അവൻ്റെ പക്ഷപാതം കൊണ്ട് മാത്രം അവനത് ചെയ്യുന്നതാണ് എന്നേ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ട് രണ്ട് പക്ഷത്തു നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കണമെങ്കിൽ അറിയേണ്ടത്. ട്രംപിന്റെ താല്പര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ച് ആ ജനങ്ങൾ നേരിടുന്ന വേദനകളെ ദൂരീകരിക്കുക എന്നല്ല ട്രംപിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ കച്ചവടമാണ്. അത് തന്നെയാണ് ട്രംപിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അല്ല, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെനിസ്വലയിലെ എണ്ണ, ആ ക്രൂഡ് ഓയിൽ മുഴുവനും ഊറ്റിയെടുക്കലാണ് അവൻ്റെ ലക്ഷ്യം. അവൻ കള്ളനാണ്, പെരുങ്കള്ളൻ. ആര്? ഡൊണാൾഡ് ട്രംപ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ വെനിസ്വലയിലേക്ക് നോക്കിയിട്ട് മാത്രമല്ല തിരിച്ചറിയാം. ഇതിക്ക് മുമ്പ് ഇറാഖ് എന്ന് പറയുന്ന രാഷ്ട്രത്തെ ആക്രമിച്ച് അവിടുത്തെ ഭരണാധികാരിയെ കശാപ്പ് ചെയ്തു. പറഞ്ഞ കാരണം ഇതാണ്, അവിടെ ജൈവായുധങ്ങൾ വെച്ചിരിക്കുന്നു, അണ്വായുധങ്ങൾ വെച്ചിരിക്കുന്നു, ഇവൻ ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ഇവൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ആരടുത്ത്? ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിൽ പാടില്ലെന്നോ അങ്ങനെയൊക്കെ ചെയ്തു. അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ അടിച്ച് മാറ്റി അവിടെ ഉണ്ടായിരുന്ന എണ്ണ മുഴുവനും അമേരിക്കൻ കമ്പനികളുടെ കസ്റ്റഡിയിലാക്കി അത് കൊള്ളയടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ വിളിച്ചു പറയുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു എന്ന്. ഇന്ത്യയിൽ ചില സ്ഥലത്തൊക്കെ ആളുകളെ തല്ലിക്കൊല്ലാറില്ലേ, സംഘപരിവാര സംഘങ്ങൾ പശുയിറച്ചി സൂക്ഷിച്ചെന്ന് പറഞ്ഞൊരു വീട്ടിൽ കയറി അവനെ തല്ലിക്കൊല്ലുക. പിന്നീട് നോക്കുന്ന സമയത്ത് അവിടെ പശുയിറച്ചിയില്ല. ഈ പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ത് ചെയ്തിരിക്കുന്നത്, വെനിസ്വലയിൽ നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സംഖ്യകൾ ഇങ്ങനെ പശുയിറച്ചി സൂക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ തല്ലിക്കൊല്ലുന്ന അതേ പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് വെനിസ്വലയിൽ കയറി അവിടുത്തെ ഭരണാധികാരിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയിരിക്കുന്നത്. അവിടുത്തെ എണ്ണ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം. എന്തായാലും അമേരിക്കയുടെയും ട്രംപിൻ്റെയും മനോഭാവം, അതായത് എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയെയും ഞാൻ പണിയും എന്ന് പറയുന്ന ആ മനോഭാവം, ആ ഏകാധിപത്യ അമേരിക്കൻ ഹെജിമണി എന്ന് പറയുന്ന ആ മനോഭാവം ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അല്ലേ പക്ഷേ? അതെ, തീർച്ചയായിട്ടും. അതങ്ങനെ സംഭവിക്കുമെന്നുള്ള കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും.